ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കറുപ്പ തമിഴ് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. RJ ബാലാജി ആക്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത മൂവി, സൂര്യയുടെ റിയൽ കംബാക്ക് സിനിമ. നമുക്ക് ലൈഫിലൊരു ഘട്ടത്തിൽ നമുക്കെല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു ഡിവൈൻ ഹെൽപ്പായിരിക്കാം, പക്ഷേ ഇവിടെ നിന്ന് ഒരു സേവിയർ വരുന്നു, ഒരു 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 സംഭവം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ പടം. അത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് ലിറ്റിൽ ഫാൻറ്റസിയോ അങ്ങനത്തെ ആ ഒരു മൈൻഡോടുകൂടി കാണുകയാണെങ്കിൽ പടം അതിഗംഭീരമാണ്. മ്യൂസിക് എക്സലൻറ്റ്, സായി ചെയ്ത സ്കോർ എക്സലൻ്റ് ആണ്. ഇത് 2 എപ്പിസോഡ് പോലെയാണ്. കാരണം ഫസ്റ്റ് ഹാഫ് ഒരു എപ്പിസോഡും പിന്നെ സെക്കൻഡ് ഹാഫ് ഇച്ചിരി മോർ ഓവർ ഫാൻറ്റസിയിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കാലക്കൻ എന്ന് പറഞ്ഞാൽ കാലക്കൻ, നമ്മുടെ ഇന്ദ്രൻസ് ആയിട്ടും മകള് അനഘ, ആ കുട്ടിയും കൂടി ആയിട്ടുള്ള പെർഫോമൻസ് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. നിസ്സഹായനായിട്ടുള്ള ഒരു ആളും ആ ഒരു കുടുംബവും നീതിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിനകത്തുള്ള സാധനം. അതിനകത്തൊക്കെ ആ കുട്ടിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഒരു ഘട്ടത്തിൽ അവളുടെ ഒരു ഡ്രീം പറയുന്നുണ്ട്. ആ ഡ്രീമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയാതെ നമുക്കൊരു വിഷമം വിങ്ങലും വരും. അതിഗംഭീരമായിട്ടുണ്ട്. സൂര്യയും തൃശ്ശയും മത്സരിച്ച് അഭിനയിച്ചു. ബാലാജി വേറൊരു ലെവല്, ഇമാതിരി എക്സെൻട്രിസിറ്റിയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടല്ല, നമുക്കൊക്കെ ഡ്രീം ചെയ്യാനേ പറ്റില്ല. ആ ലെവലിലുള്ള പുള്ളി അത് എൻ്റർടൈൻ ചെയ്ത് നമ്മളൊരു വലിയൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു ഡ്രാമ പെർഫോമൻസ് കാണുന്ന പോലെയാണ്. സിനിമയല്ല, ഒരു ഡ്രാമ ഹാപ്പൻ ചെയ്യണ പോലെയാണ് അത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണത്. എന്തായാലും ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പറ്റുമെങ്കിൽ ഈ വീക്കെൻഡിൽ തിയേറ്ററിൽ കാണുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ OTT വരുന്നതാണ്. ബിക്കോസ് ഇഫ് യു ആർ എ സൂര്യ ഫാൻ, നെവർ മിസ് കറുപ്പ. So I'll definitely watch it. Thank you.